കണ്ണൂർക്കാരനും ഭരണിയും ഒരേ തൂവൽ പക്ഷികൾ. രണ്ടുപേർക്കും കുരിശു വര അറിയില്ല. മംഗലപ്പുഴ സെമിനാരിയുടെ ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ടാണോ ഈ ദുർഗതി? ഇത് ഞാൻ ചോദിച്ചതല്ല, സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പാണ്. പിതാവിന്റെയും എന്ന് പറഞ്ഞുകൊണ്ട് ശിരസിലും, പുത്രന്റെയും എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിലും, പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് കൊണ്ട് കണ്ണൂർക്കാരൻ വലതു തോളിൽ നിന്നും ഇടതു തോളിലേക്ക് കൈ ചലിപ്പിക്കുമ്പോൾ ഭരണി ഇടതു തോളിൽ നിന്നും വലതു തോളിലേക്ക് കൈ ചലിപ്പിക്കുന്നു. തങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഇവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. സ്വയം കുരിശടയാളം വരയ്ക്കുമ്പോൾ കുരിശടയാളത്താൽ സ്വയം മുദ്ര ചെയ്യുകയാണ്. നാം നമുക്ക് മേൽ കുരിശടയാളം വരയ്ക്കുമ്പോൾ വലതു നിന്ന് ഇടത്തോട്ട് വേണം വരയ്ക്കാൻ. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ് എന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെയാണ് എന്ന് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് ഈശോയെ പറ്റി വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നു. നാം ദൈവത്തിന്റെ ആലയങ്ങളെങ്കിൽ ദൈവപിതാവ് നമ്മുടെ ശിരസും നെഞ്ചും ഉൾപ്പെടുന്ന കേന്ദ്ര ഭാഗത്ത് വസിക്കുന്നു. പിതാവിന്റെ വലതുഭാഗത്ത് പുത്രനും ഇടതുഭാഗത്ത് പരിശുദ്ധാത്മാവും ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ പിതാവിന്റെയും എന്ന് പറയുമ്പോൾ ശിരസിൽ നിന്നും നെഞ്ചു വരെ കുരിശിന്റെ നെടിയ ഭാഗം നമ്മൾ വരയ്ക്കണം. പുത്രന്റെയും എന്ന് പറയുമ്പോൾ വലത്തെ തോളിലേക്ക് നമ്മുടെ കൈ പോകണം. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ വലതു തോളിൽ നിന്ന് ഇടതു തോളിലേക്ക് വരയ്ക്കണം. ആമേൻ എന്ന് പറയുമ്പോൾ കൈകൾ കൂപ്പണം. തങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ള യാതൊരു ബോധ്യവും ഇല്ലാതെയാണ് കണ്ണൂർക്കാരൻ കുരിശ് വരച്ചുകൊണ്ട് കുർബാന ആരംഭിക്കുന്നത് തന്നെ. കുർബാനയിൽ വിശ്വാസികൾ എങ്ങനെ സജീവ ഭാഗവിത്വം വഹിക്കണമെന്ന് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ ഈ രഹസ്യത്തിൽ വിശ്വാസികൾ ഭാഗഭാഗുകളാകുമ്പോൾ അപരിചിതരെ പോലെയോ നിശബ്ദരായ പ്രേക്ഷകരെ പോലെയോ ആവരുത് എന്നാണ് തിരുസഭാ മാതാവിന്റെ അഭിലാഷം. മറിച്ച് തിരുകർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം ഗ്രഹിച്ച് തങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ള ബോധത്തോടും ഭക്തിയോടും സഹകരണത്തോടും കൂടി വേണം അവർ ഇതിൽ പങ്കെടുക്കുവാൻ. അവർ ദൈവവചനത്താൽ പ്രബോധിതരും വിശുദ്ധ കുർബാന വഴി നവ ഉന്മേഷവാന്മാരും ആകണമെന്നാണ് വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ പറയുന്നത്. മെത്രാൻ യാതൊരു ബോധ്യവുമില്ലാതെ അപരിചിതനെ പോലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമെന്ന് കൗൺസിൽ പിതാക്കന്മാർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. എന്തായാലും കർമാനുഷ്ഠാനങ്ങളിൽ ബോധ്യമുള്ള മെത്രാൻ പുത്രനെ എന്ന് ചൊല്ലിക്കൊണ്ട് നെഞ്ചിലേക്ക് കൈ കൊണ്ടുപോവുകയില്ല. സീറോ മലബാർ കുർബാന ആരംഭിക്കുന്നത് ഈശോയുടെ മനുഷ്യാവതാരം അനുസ്മരിക്കുന്ന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന മാലാകമാരുടെ കീർത്തനം ആലപിച്ചുകൊണ്ടാണ്. കുരിശടയാളം വരച്ച് കുരിശുമരണം അനുസ്മരിച്ചുകൊണ്ട് കുർബാന ആരംഭിക്കുന്നത് ലത്തീൻ ക്രമമാണ്.